ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ സാറ്റർഡേ സ്റ്റോക്ക് അപ്ഡേഷൻ ആണ്. അപ്പോൾ പലരും നമ്മളോട് ചോദിക്കാറുണ്ട്, ചേട്ടാ ഷ്രിമ്പ് എന്താ, ഷ്രിമ്പ് ഇപ്പോൾ ചെയ്യണില്ല. ഷ്രിമ്പിന്റെ അവസ്ഥ എന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, അത് കാണിച്ചു തന്നിട്ട് പറയട്ടെ. പിന്നെ കുറച്ച് ഗപ്പീസ് നമ്മുടെ സെയിലായിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയിൽ തന്നെ നമുക്ക് നല്ല റെസ്പോൺസ് ആയിരുന്നു. അത്യാവശ്യം ഫിഷസ് പോയിട്ടുണ്ട്. ഇനി പുതിയ 2-3 ഫിഷസിനെ കാണിക്കാനുണ്ട്. ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിരിക്കുകയാണ്. അപ്പോൾ അതും കയറ്റാം. പിന്നെ നമ്മുടെ ഷ്രിമ്പിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ഷ്രിമ്പ് കുറച്ച് ദിവസം നമ്മൾ സെയിലായിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് കാണാം. നേരെ വീട്ടിലേക്ക്. ഓക്കെ ഫ്രണ്ട്സ്, ഇതിപ്പോൾ ഇവിടെയാണ് നമ്മൾ ഷ്രിമ്പിനെ ചെയ്യുന്നത്. ഫ്രിഡ്ജ് ബോക്സിലാണ് ചെയ്യുന്നത്. അത്യാവശ്യം ഇന്നലെ മഴയൊക്കെ അടിച്ചാണ് മൂടിയിട്ടാണ് വേണ്ട. അതിനകത്ത് കിടക്കുന്നത് നമ്മുടെ യെല്ലോയാണ്. യെല്ലോ ഷ്രിമ്പ് എന്ന് വെച്ചാൽ നല്ല കളറുള്ള യെല്ലോ തന്നെയാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് കാണിച്ചിടാം. ഇതിനകത്തുള്ളത് നമ്മുടെ ക്രിസ്മസ് മോസാണ്. അതിൻ്റെ ഈ മോസിൻ്റെ ഇടയിലായിരിക്കും ഇതിങ്ങനെ ഏറ്റവും കൂടുതൽ ഇത് ചെയ്യണത്. അതുകൊണ്ട് കാണാൻ പണിയായിരിക്കും. ഇതാണ് ഫീമെയിൽ കേട്ടോ. ഈ ലൈറ്റ് കളറുള്ള ഈ സൈഡിലിരിക്കുന്നതൊക്കെ മെയിലാണ്. ഇത് ഇപ്പം ഞാൻ പിടിക്കണില്ല, അതൊക്കെയാണ് ഫീമെയിൽ. നല്ല കളറുള്ള യെല്ലോ തന്നെയാണ്, കണ്ടില്ലേ. അത്യാവശ്യം ഗോൾഡൻ ബാക്ക് എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ തന്നെയുള്ള യെല്ലോ തന്നെയാണ്. അപ്പോൾ നമ്മൾ യെല്ലോ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഓഫറുണ്ട്. പീസ് 30 രൂപ വെച്ചാണ് കൊടുക്കുന്നത്. ഇത് മെയിൽ, എൻ്റെ ആ നെറ്റിനകത്ത് ഇരിക്കുന്നത് ഫീമെയിൽ. അങ്ങനത്തെ ഉള്ളതായിട്ടാണ് നമ്മളിപ്പോൾ സെല്ലുള്ളത്. കുറച്ച് പീസുകളുണ്ട് അവിടെ, അതിൻ്റെ ഇടയിലൊക്കെ ഉണ്ട് സാധനം. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടാണ്. ഇവരൊക്കെ നമുക്ക് വരുത്താട്ടെ എന്തായാലും. ഇതിൻ്റെ ഉള്ളിൽ കണ്ട ഇപ്പോൾ ഗോൾഡ് പോലെ യെല്ലോ പോലെയൊക്കെ നിങ്ങൾ കാണുന്നതല്ല ഷ്രിമ്പ് തന്നെയാണ് അതെ. വേണ്ട ഇവിടെയൊക്കെ പാത്തിരിക്കണ ടീം. അവരെയൊക്കെ നമുക്ക് പുറത്ത് വരാനുള്ള പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. അതെന്തായാലും കാണിച്ചു തരാം. നല്ല ഇതിൻ്റെ ക്വാളിറ്റി നിങ്ങൾ നോക്കിക്കോ. ഈ സാധനമാണ് നമ്മൾ ഒരു 30 രൂപ പീസ് റേറ്റ് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, ഇതേ നമ്മൾ പിടിച്ചിട്ടുണ്ടെന്നപ്പോൾ ഒരാളിതേ പൊങ്ങി വന്നിട്ട് ഇതേ മോളിൽ കൂടി പോകണല്ലോ. ഇതിന് മൂവിങ് ആണ്. വെള്ളത്തിലൂടെ അക്കോറത്തിലൂടെയൊക്കെ നോക്കിക്കാൻ നല്ല രസമായിരിക്കോട്ടെ. ഇങ്ങനെ മൂവ് ചെയ്യണം, കാണാൻ നല്ല രസം തന്നെയാണ്. നമുക്കിനി ഈ യെല്ലോൻ്റെ കുറച്ച് പീസ് ഉണ്ടാവുള്ളത്. അടിയിൽ ഞാൻ പറഞ്ഞില്ല, അടിയിലൊക്കെ സാധനം ഉണ്ടാവും. എന്തായാലും കുറച്ച് പീസ് സെയിലായിട്ടുണ്ട്. കോൺടാക്ട് ചെയ്തോ. പീസ് 30 രൂപ കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ഷ്രിമ്പ് എന്തായി, നമ്മുടെ ഷ്രിമ്പ് ബ്രീഡിങ് നിർത്തിയാന്നൊക്കെ ചോദിക്കുന്നവർക്കുള്ള മറുപടി ഇത് തന്നെയാണ്. നമ്മളത് ഇപ്പോൾ ഇത്രയേ ഉള്ളൂ, കുറച്ച് പീസ് ഉണ്ടാവുള്ളൂ. അതിൽ ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നത് ഇപ്പോൾ ഷ്രിമ്പിനാണ്. പ്ലാന്റഡ് അക്വേറിയം ചെയ്യുന്ന ടീമൊക്കെ തന്നെയായിരിക്കും. കുറേ ടീം പുതിയതായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചോദിക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ വീഡിയോ പോലും ചെയ്യാറില്ല. ഷ്രിമ്പിൻ്റെ ഒരു വീഡിയോ പോലും നമ്മൾ പോസ്റ്റ് ചെയ്യാറില്ലെങ്കിലും നമ്മുടെ പഴയ വീഡിയോസൊക്കെ ഉണ്ട് കൂടുതൽ എൻക്വയറി വരുന്നത് ഷ്രിമ്പിനാണ്. അപ്പോൾ ഇത്ര ഉണ്ടാവുള്ളൂ. ഈ പീസ് തന്നെ നമുക്ക് ചിലപ്പോൾ ഈ വീഡിയോയിൽ തീരാനും ചാൻസ് ഉണ്ട്. വേഗം കോൺടാക്ട് ചെയ്താൽ കുറച്ച് പീസ് ഉണ്ടാവുള്ളൂ. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ ചോക്കോ ബ്ലാക്ക് ആണ്. അതേ ചോക്കോ ബ്ലാക്ക് ഇതിനകത്ത് നിന്ന് ഇറങ്ങുന്ന കളർ അറിയാമല്ല. ചോക്കോ ബ്ലാക്കിൽ നിന്ന് നമ്മുടെ ചോക്കോ കളർ ഇറങ്ങും, പിന്നെ ബ്ലാക്കും ഇറങ്ങും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ചോക്കോ ബ്ലാക്ക് കേട്ടോ. അപ്പോൾ ഇതൊരു ചോക്ലേറ്റ് കളറാണ്. ഇപ്പുറത്തെ ഇരിക്കുന്നത് ബ്ലാക്ക് കളറാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇവരെല്ലാവരും ഒളിച്ചിരിക്കുകയാണ്. ഇവരെ നമുക്ക് കൊണ്ടുവരാം. എത്ര പീസ് ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് കാണാൻ പറ്റും. അപ്പോൾ അവരെ കൊണ്ടുവരാം. ഞാൻ എന്തായാലും ഇപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്ത് പോകുന്നതുള്ളൂ. അടുത്ത നമ്മുടെ ലാവൻഡർ ബ്ലൂവിനെ കൂടി നോക്കാം. ഇപ്പോൾ 2 വെറൈറ്റി ഉണ്ട്. അടുത്ത വെറൈറ്റി ലാവൻഡർ ബ്ലൂ വേണ്ട. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ബ്ലൂ. നമ്മുടെ നേരത്തെ 2-3 ടൈപ്പ് ബ്ലൂ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു വെറൈറ്റി ഉള്ളത് ലാവൻഡർ ബ്ലൂ. നല്ല റിസൾട്ടുള്ള ഫസ്റ്റ് മേടിച്ചതും ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഏറ്റവും കൂടുതൽ ഉള്ളതും ഈ ലാവൻഡർ ബ്ലൂ തന്നെ ഉണ്ട്. നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ കിട്ടും. നല്ല രീതിയിൽ പെട്ടെന്ന് സെറ്റാകുകയും ചെയ്യുന്ന ആ ഒരു വെറൈറ്റിയാണ്. ഏത് ടാങ്കിലും, അത് അക്വേറിയം ആയിക്കോട്ടെ, ഫ്രിഡ്ജ് ബോക്സ് ആയിക്കോട്ടെ, സിമെൻറ്റ് ടാങ്ക് ആയിക്കോട്ടെ, എല്ലായിടത്തും സെറ്റാകുകയും ചെയ്യും. ഈ ഒരു കളർ പാറ്റേൺ മാത്രമേ ഇറങ്ങുള്ളൂ. മറ്റ് കളറിലൊക്കെ നിങ്ങൾ ചെയ്തിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും. ഫെയ്ഡ് കുറഞ്ഞ സാധനങ്ങളൊക്കെ ഇറങ്ങാറുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഒരു കളർ മാത്രമേ ഇറങ്ങുന്നുള്ളൂ. കണ്ട അത്യാവശ്യം കുട്ടികൾ നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പോൾ ടാങ്കിൻ്റെ സൈഡിലൊക്കെ നിൽക്കുന്നതെല്ലാം കുട്ടികളാണ്. അപ്പോൾ ഇവരെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. അടുത്ത വെറൈറ്റി കൂടി നോക്കാം. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഓറഞ്ചില്ലേ, പംകിൻ യെല്ലോ എന്ന് പറയുന്ന സാധനമാണ്. നല്ല ഓറഞ്ച് കളറുകളാണ്. വളരെ കുറച്ച് പീസുകളുടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഒരു സാധനം കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ വേണ്ടവർ വേഗം കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവരെല്ലാവരെയും കൂടി കാണിച്ചിട്ട് പറയണം കേട്ടോ. അപ്പം വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കണ്ടോ. ഇവരെല്ലാവരും നമ്മുടെ ബർത്ത്ഡേക്ക് വരാനുള്ള പരിപാടിയും കൂടി ചെയ്തിട്ട് നമുക്ക് വരാം. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മൾ പറഞ്ഞില്ല കുറച്ച് ഗപ്പീസും കൂടെ ഉണ്ടെന്ന്. ആ ഗപ്പീസിനെ കൂടെ കണ്ടിട്ട് നമ്മൾ ഈ ഷ്രിമ്പിനെ എല്ലാത്തിനും നല്ല രീതിയിൽ നിങ്ങൾക്ക് കാണിച്ച് റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം എല്ലാത്തിൻ്റെ. ഇത് ഗപ്പീസിൽ ഫസ്റ്റ് നമ്മൾ ഇപ്പോഴും കാണിക്കുന്ന ടെച്ച്ഡോ കോയി തന്നെയാണ്. ടെച്ച്ഡോ കോയിയുടെ ഗ്ലാസ് ബെല്ലി കേട്ടോ. അപ്പോൾ ഇവർ അത്യാവശ്യം പെയർ നമ്മളെ കൊടുക്കാനായിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോസ് തന്നെ കുറച്ച് പോയിട്ടുണ്ട്. ഇനിയും ഇത്രയും പീസ് നമ്മുടെ സെയിലിനായിട്ടുണ്ട്. അപ്പോൾ വേഗം കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലാസ് ബെല്ലി വെറൈറ്റിയാണ്. പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള വെറൈറ്റി തന്നെയാണ്. അപ്പോൾ ഇവർക്ക് നല്ല ക്യാപ്പും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് അത്യാവശ്യം ആൾക്കാർ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടാലും എന്തായാലും ഇഷ്ടപ്പെടും. വരുന്നവർ എടുക്കുന്നത് ഇത് ഒരു പേർ എന്തായാലും കൺഫേം എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ ഒരു പകുതി തീർന്നിട്ടുണ്ട്. ഇനി ഒരു പകുതിയും കൂടെ ഉണ്ടാവുള്ളൂ. വീഡിയോ എടുത്ത് വെച്ചിട്ട് ശേഷം നമ്മുടെ ഈ സെയിൽ നടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കോൺടാക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കുറച്ച് ദിവസം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവരുടെ പെയർ റേറ്റ് വരുന്നത് 200 രൂപയാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ വേഗം കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വെറൈറ്റി കാണാം. അടുത്ത വെറൈറ്റി നമ്മുടെ പ്ലാറ്റിനം വൈറ്റ് തന്നെയാണ്.
അപ്പോൾ ഇതാണ്ട് പ്ലാറ്റിനം വൈറ്റും അത്യാവശ്യം നല്ല ക്വാളിറ്റി കിട്ടുന്ന ഒരു ലൈനായിട്ട് നമ്മൾ ചെയ്ത് ഇപ്പോൾ രണ്ടാമത് സെറ്റ് ചെയ്തെടുത്ത വെറൈറ്റി ആണ്. അപ്പോൾ നമ്മുടെ പഴയ ഒരു ലൈൻ ഉണ്ടായിരുന്നു, അതും പിന്നെ ഒരു വേറെ ലൈനും കൂടിയായിട്ട് ചെയ്തെടുത്തേക്കണ ഒരു വെറൈറ്റിയാണ്. അത്യാവശ്യം നല്ല ഡോർസൽ കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ്. ഇവരുടെ റേറ്റ് വരുന്നത് 150 രൂപയാണ് പെയർ റേറ്റ്. പിന്നെ ഇവർ ആൽബിനോസാണ്, എല്ലാവരും ചോദിക്കാറുണ്ട് ആൽബിനോസാണ് ഏട്ടാന്നൊക്കെ. അപ്പോൾ ആൽബിനോസ് ആയതുകൊണ്ട് നല്ല ഭംഗിയാണ്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് നല്ല ഇമ്മ്യൂണിറ്റി പവർ ഉണ്ട് കേട്ടോ. സാധാരണ ആൽബിനോസിനെ പോലെയല്ല, നല്ല രീതിക്ക് കിടക്കുകയും ചെയ്യും, നല്ല കുട്ടികളെയും കിട്ടും. പിന്നെ ഇവരുടെ ഫുഡ് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, റെഡ് കയറാതെ ജസ്റ്റ് നോക്കുക. ഇത് നമ്മുടെ സിൽവർ റാഡോ HP റെഡ് ടെയിൽ അത്യാവശ്യം പേര് നമ്മളെ കൊടുക്കാനുണ്ട്. ഇവർ 3 കളറായിട്ട് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ അക്കൂറത്തിലേക്ക് കാണുമ്പോൾ. സിൽവർ കാണും, ബ്ലാക്ക് കാണും, റെഡ് ടെയിൽ കാണും. അപ്പോൾ ഇവരുടെ റേറ്റ് വരുന്നത് 150 രൂപയാണ് കൊടുക്കുന്നത്. നല്ല ടൈലാണ്ട്, ഇനിയും ടൈൽ വെക്കാനുണ്ട്. ഇപ്പോൾ 2.5 മാസം പ്രായമായുള്ള പെയറാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. കറക്റ്റ് ബ്രീഡിങ്ങിനായിട്ടുള്ള സൈസ് തന്നെയാണ്. എഗ്ഗൊക്കെ കയറിയ ഫീമെയിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 3-4-5 പ്രാവശ്യമായിട്ട് ഇതിങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ കിട്ടും. അപ്പോൾ ഈ സൈസാണ് നമ്മുടെ സെയിലായിട്ടുള്ളത്. ഞാൻ കോൺടാക്ട് ചെയ്തു. അപ്പോൾ ഈ വെറൈറ്റി ആണ് ഇന്നത്തെ താരം. ഇത് നമ്മുടെ ഫസ്റ്റ് സെയിൽ പോസ്റ്റ് വീഡിയോ ആയിരിക്കും. അതായത് പുതിയ വെറൈറ്റിയാണ് നമ്മുടെ ഫാമിലെ. ഇതിപ്പോൾ ഈ ഒരു സ്റ്റേജായിട്ടുണ്ട്, സെയിലിനായിട്ടുള്ള 2 മാസം കഴിഞ്ഞിട്ടുള്ള പ്രായമായിട്ടുള്ള ഇവരുടെ ഡെംബോയറാണ് വരുന്നത്. പിന്നെ ആൽബിനോസാണ് ഇവരുടെ പേര് വരുന്നത്. ആൽബിനോ പിങ്ക് മൊസൈക്ക് ഡെംബോയർ ഹാഫ് മൂൺ ടൈലാണ് ഇവരുടെ ടൈൽ വരുന്നത്. വലുതാകും തോറും നല്ല ടൈൽ ഹാഫ് മൂണായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഹാഫ് മൂണിൻ്റെ ഒരു തരംഗമാണ്. പുതിയ ഗപ്പീസൊക്കെ എല്ലാം മിക്കതും വരുന്നത് ഹാഫ് മൂൺ ടൈലായിട്ടാണ്. അപ്പോൾ അതിൽ വരുന്ന ഒരു വെറൈറ്റിയാണിത്, പിങ്ക് മൊസൈക്ക് ഹാഫ് മൂൺ ടൈൽ. അപ്പോൾ പുതിയ വെറൈറ്റിയാണ്, അതുകൊണ്ട് തന്നെ റേറ്റ് ഞാൻ പറയുന്നില്ല. കോൺടാക്ട് ചെയ്താൽ ഞാൻ എന്തായാലും പറഞ്ഞത്. ഫീമെയിൽസിനൊക്കെ എഗ്ഗ് കയറി തുടങ്ങിയ ഒരു പ്രായമാണ്. 2 മാസം കഴിഞ്ഞിട്ടുണ്ട്. വേഗം കോൺടാക്ട് ചെയ്തോ. ഇത് നമ്മുടെ കയ്യിൽ കുറച്ച് പീസ് ഉണ്ടാവണം കേട്ടോ. അപ്പോൾ ഇവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരാൻ വേണ്ടി പോകുന്നത്. ഇനി ഡെംബോയറും ഉണ്ട്, ആൽബിനോയാണ്, റെഡ് ടൈലുമാണ്. പിന്നെ അടുത്ത വെറൈറ്റി ഇതേ ഈ സാധനത്തിന് അറിയാമല്ല. പക്ഷേ ഈ സാധനം നമ്മൾ ഈ വീഡിയോ ഇടുമ്പോഴത്തേക്കും എടുത്ത് വെച്ചത് ഈ വീഡിയോക്ക് പോസ്റ്റ് ചെയ്യാനാണ്. പക്ഷേ ഈ വീഡിയോ ഇടുമ്പോൾ തന്നെ ഇത് തീർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയുള്ള ചെറിയ സൈസാണ്. അപ്പോൾ സോറി, ജസ്റ്റ് ഒന്ന് കാണിച്ചോളൂ. എന്തായാലും വീഡിയോ എടുത്ത് വെച്ചല്ലേ. നമ്മളിവിടെ വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും 2 ദിവസം മുമ്പ് ഒരു പാർട്ടി വന്ന് കൊണ്ടുപോയിട്ട്, അപ്പോൾ നമ്മൾ ശനിയാഴ്ച പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ആ വീഡിയോ എടുത്ത് വെച്ചത്. അപ്പോൾ അത് സെയിലായിട്ടുണ്ട്. ഇത് നമ്മുടെ ഡാർക്ക് നൈറ്റ് ഡ്രാഗൺ കോളിഡോർസിലാണ് കണ്ട. മെയിൽസിനും ഫീമെയിൽസിനും നല്ല കോളിയായിട്ട് ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ അവർ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. ഓക്കെ, അടുത്ത ഈ വെറൈറ്റി സിംഗാ ബ്ലൂ മുസൈക്ക് കേട്ടോ. സിംഗാ ബ്ലൂ മുസൈക്ക് എന്ന് പറഞ്ഞാൽ നല്ല ബ്ലൂ കളർ ബോഡിയിൽ വരുന്നുണ്ട്. പിന്നെ വാലിൽ മുസൈക്ക് പ്ലാറ്റിനായിട്ടാണ്, ഡെൽറ്റ ടൈലാണ് വരുന്നത്. നല്ല ഡെൽറ്റ ടൈൽ, നല്ല നീളം വെക്കുന്ന ടൈലാണ് കേട്ടോ. അപ്പോൾ ഇവർ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ കാണിച്ചാണ്. അത്യാവശ്യം നമ്മളതിൽ കുട്ടികളുള്ള ഒരു പെയറാണ്. ഇവരുടെ ഫീമെയിൽ നമ്മൾ കുഞ്ഞുങ്ങളധികം കഴിക്കാറില്ല എന്നല്ല, കഴിക്കാറില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ കുഞ്ഞുങ്ങളൊക്കെ എടുക്കാണ്ട്. അപ്പോൾ ഈ ബാച്ച് ഫുള്ള് എന്തായാലും തീർന്ന് അടുത്ത ബാച്ച്, അതായത് ഇവരുടെ അടുത്ത ബാച്ചാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ടുള്ളത്. പിന്നെ അടുത്ത വെറൈറ്റി, ഈ വെറൈറ്റിക്ക് നല്ല എൻക്വയറി ആകുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോസിലൂടെ നമുക്ക് നല്ല രീതിയിൽ സെയിൽ നടന്ന സാധനമാണ്. ഇതാണ് വെറൈറ്റി സ്നേക് സ്കിൻ ബ്ലൂ ടൈൽ ഡെംബോയറാണ് വരുന്നത്. അപ്പോൾ ഇവരുടെ കുറച്ച് പേര് ഇനി നമുക്ക് സെയിലിനായിട്ടുണ്ട്. പലരും ചോദിക്കാറുണ്ട് ഇതിൻ്റെ ഡെംബോയറൊക്കെ കിട്ടുന്നുണ്ടോ, സ്റ്റെബിലിറ്റി ഉണ്ട് എങ്ങനെയാണെന്നൊക്കെ. നല്ല സ്റ്റെബിലിറ്റി ഉള്ള ഫിഷാണ്, ഡെംബോയർ കിട്ടും. അത്യാവശ്യം ആൽഗ വാട്ടറിലൊക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലോണം ഡെംബോയർ പെട്ടെന്ന് വരികയും ചെയ്യും, നല്ല ലെങ്ത്തിലും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാനിവിടെ ചെയ്തപ്പോൾ ഉണ്ടായ എൻ്റെ അനുഭവമാണ്. പിന്നെ നമ്മൾ കുട്ടികളെ പെട്ടെന്ന് തന്നെ കയറ്റിയെടുക്കാം. RTM എന്തെങ്കിലും ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇയറിൻ്റെ ക്വാളിറ്റി നമുക്ക് നല്ല രീതിയിൽ കിട്ടും. അടുത്ത വെറൈറ്റി മെഡൂസയാണ്. മെഡൂസ റൗണ്ട് ടൈൽ യെല്ലോ കളറാണ്. അത്യാവശ്യം പീസ് നമ്മുടെ ഇപ്പോൾ സെയിലായിട്ടുണ്ട്. ഇവരുടെ പെയർ റേറ്റ് വരുന്നത് 150 രൂപയുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കാണിച്ച പലതിൻ്റെ റേറ്റ് വരുന്നത് 150 രൂപയാണ്. ചിലത് താങ്കൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചോദിച്ചാൽ മതി കേട്ടോ. 150 രൂപയ്ക്ക് മറ്റ് ഒരെണ്ണത്തിൻ്റെ മാത്രം റേറ്റ് നമ്മൾ പറഞ്ഞിട്ടില്ല, അത് കുറച്ച് റേറ്റ് കൂടുതലാണ് പുതിയ സാധനമായതുകൊണ്ട്. ബാക്കി ഇതിൻ്റെയൊക്കെ എല്ലാം 150 രൂപ റേഞ്ചിലൊക്കെ തന്നെയാണ് വരുന്നത്. മെഡൂസ നല്ല സാധനം ഉണ്ടാകും. അതിൻ്റെ ടൈലുണ്ടായി ഇതേപോലത്തെ ടൈല് മാത്രമേ വരുള്ളൂ, വേറെ ഒരു പാറ്റേണും വരുന്നില്ല, കയറി ഉറങ്ങിയായിട്ടൊരു ടൈലും വരുന്നില്ല. കറക്റ്റ് റൗണ്ട് ടൈലാണ് എല്ലാത്തിനും കിട്ടുന്നത്. നല്ല സ്റ്റെബിലിറ്റി ഉള്ള ഫിഷാണ്. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ പാസ്റ്റലിൻ്റെ സോളോയാണ്. അപ്പോൾ ഇവർ നിങ്ങൾ കാണുന്നില്ലേ, ഇത് നമ്മുടെ ബ്രൂഡാണ്ട, ഗള്ളിയർ പോലെയാണ് അതിൻ്റെ ഇയർ വരുന്നത്. പ്രായം കൂടുന്നതോറും ഇയർ നല്ല രീതിയിൽ വരുന്നുണ്ട്. ഈ ഒരു സൈസാണ്, ഇതാണ് നമ്മുടെ ബ്രൂഡ്. ഇവരുടെ ജൂനിയർ സൈസാണ് നമ്മളിപ്പോൾ കൊടുക്കാനുള്ളത് കേട്ടോ. അപ്പോൾ അവരുടെ വീഡിയോ നമ്മുടെ കയ്യിലില്ല, അതുകൊണ്ടാണ് ഇതിൻ്റെ വീഡിയോസ് തന്നെ നമ്മൾ കാണിച്ചത്. അതിൻ്റെ വീഡിയോ എടുക്കാം അടുത്ത ആഴ്ചത്തെ വീഡിയോയിൽ ഞാൻ എന്തായാലും അതിന് ഉൾപ്പെടുത്താം കേട്ടോ. ആ വീഡിയോ നിങ്ങൾ കയറ്റാം.
ഇപ്പോൾ ഇവരുടെ ജൂനിയർ സൈസ് നമ്മുടെ സെയിലിനായിട്ടുണ്ട്, വേണ്ടവർ കോൺടാക്ട് ചെയ്തു. പിന്നെ അടുത്ത വെറൈറ്റി ഒരു പുതിയ വെറൈറ്റി തന്നെയാണ്. ഇത് ഗോൾഡൻ യെല്ലോ ലൈസ് ഗ്ലാസ് ബെല്ലിയാണ്, ഗ്ലാസ് ബെല്ലി വെറൈറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ അത്യാവശ്യം കുട്ടികൾ നമ്മുടെ സെയിലിനായിട്ടുണ്ട്. ജൂനിയർ സൈസാണ്. പിന്നെ ഇവരുടെ മെയിലൊക്കെ വരുന്നത് ഷോർട്ട് ബോഡി പോലെയാണ്. ഫീമെയിലും അത്യാവശ്യം ഷോർട്ടാണ് എങ്കിലും സാധാരണ ഷോർട്ട് ബോഡി ഫിഷിൻ്റെ അത്രമല്ല, ഫീമെയിൽ നല്ല കുറച്ചും കൂടി സൈസ് വെക്കാറുണ്ട്. പിന്നെ ഇവരുടെ പ്രത്യേകത അറിയാലോ, അതെ കുഞ്ഞുങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പം തന്നെ നോക്കിയാൽ കാണാൻ പറ്റും. ആ ഒരു ഇതാണ് ഗ്ലാസ് ബെല്ലി വെറൈറ്റിയാണ്. ഇവരുടെ കുറച്ച് പീസ് നമ്മുടെ സെയിലിനായിട്ടുണ്ട്, പുതിയ വെറൈറ്റിയാണ്. ഇവരുടെ റേറ്റും കോൺടാക്ട് ചെയ്താൽ പറഞ്ഞു തരാം കേട്ടോ. അധികം കൂടുതലല്ല, നിങ്ങൾ ഉദ്ദേശിക്കാത്തതിൽ അത്രയ്ക്ക് റേറ്റ് ഒന്നുമല്ല, എങ്കിൽ 150 കൂടുതലാണ്, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഓപ്പണായിട്ട് ഇതിൻ്റെ റേറ്റ് നമ്മൾ പറയുന്നില്ല, അത് റേറ്റ് കുറയാനും കൂടാനൊക്കെ ചാൻസ് ഉള്ളതുകൊണ്ടാണ് ആ റേറ്റ് നമ്മൾ പറയാത്തത്. ഓക്കെ, ഇതേ ഗ്ലാസ് ബെല്ലി എൻ്റെ കുടലിലൊക്കെ കാണാം, ഫുഡ് കഴിക്കണത് പോണ കുടലിൻ്റെ ഇതൊക്കെ നിങ്ങൾക്ക് എടുത്ത് കാണാൻ പറ്റും. നല്ലൊരു വെറൈറ്റിയാണ് ഗ്ലാസ് ബെല്ലി. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത വെറൈറ്റി. ഇത് ടൈഗർ, മജന്ത റെഡ് ടൈഗറിൻ്റെ സോളോയാണ്. സോളോ കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ, നോൺ സോളോ ആയിട്ടുള്ള വേറെ നമ്മുടെ കയ്യിൽ കുറച്ച് പീസ് ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള സ്ട്രെയിനാണ് ഈ മജന്ത റെഡ് ടൈഗർ എന്ന് പറഞ്ഞാൽ. നമ്മൾ കുറേ അന്വേഷിച്ച് നടന്നിട്ട് ലാസ്റ്റ് കിട്ടിയൊരു വെറൈറ്റിയാണ് ഇത്. അപ്പോൾ അത് അന്വേഷിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇറങ്ങുമ്പോൾ നല്ല റേറ്റ് ആയിരിക്കുമല്ലോ, അതുകൊണ്ട് നമ്മൾ കുറച്ച് റേറ്റ് കുറഞ്ഞിട്ട് ശേഷം എടുത്ത ഒരു ഫിഷാണിത് കേട്ടോ. ഇപ്പം അത്യാവശ്യം സോളോ ഇറങ്ങാറുണ്ട്. പിന്നെ സോളോ ഇല്ലെങ്കിൽ പോലും ഇത് നിങ്ങൾ കണ്ടില്ല, ആ മെയിലിനേക്കാണ് നല്ല രസം തന്നെയാണ്. അപ്പോൾ ഇവരുടെയും കുറച്ച് പീസ് നമ്മൾ സെയിലിനായിട്ടുണ്ട്, വേഗം കോൺടാക്ട് ചെയ്തു. അപ്പോൾ ഇതാണ് അടുത്ത വെറൈറ്റി, നമ്മുടെ HP റെഡ് റോസസിൻ്റെ കൊളിഡോർസലാണ്. അപ്പോൾ ഇത് നിങ്ങൾക്കിപ്പോൾ ഈ ഒരു മെയിലിനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഒരു 3 മാസം പ്രായമുള്ള മെയിലാണ്. നല്ല ഹാഫ് മൂൺ ടൈല് പോലെ ടൈല് ഫീമെയിലിനും മെയിലിനും വരുന്നുണ്ട്. മെയിലിൻ്റെ കൊളിഡോർസിലൊക്കെ നല്ല രീതിയിൽ തന്നെ ഇറങ്ങി കിടക്കുന്നുണ്ട് 3 മാസം കൊണ്ട്. ഫീമെയിൽ ഇത് ചെറുതാണ്, അതായത് ഫസ്റ്റ് ബ്രീഡിങ്ങിനാകുന്നേ ഉള്ളൂ. അതിൻ്റെ കോളി ഇറങ്ങാനായിട്ട് കുറച്ച് ടൈം എടുക്കും കേട്ടോ. ഫീമെയിലിന് 5 മാസമൊക്കെ എടുക്കുന്നുണ്ട്. മെയിലിൻ്റെ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലാവും 3 മാസം കൊണ്ട് നല്ല രീതിയിൽ ഇറങ്ങി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെയും കുറച്ച് ജൂനൈൽ സൈസാണ് നമ്മുടെ സെയിലിനായിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ഇപ്പോൾ നമ്മൾ എടുത്തിട്ടില്ല, ഇവരുടെ വേറെ ഒരു പാത്രത്തിലിട്ടാണ് എടുക്കാഞ്ഞത്. അതിനെ നമ്മൾ ഗ്ലാസ് ടാങ്കിൽ എടുത്തിട്ടൊരു വീഡിയോ അടുത്ത ആഴ്ചത്തേക്ക് സെറ്റ് ചെയ്യും. ഇപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ജൂനിയർ സൈസ് നമ്മുടെ സെയിലിനായിട്ട് ഉണ്ടാവും. ഇവിടെ വരുന്നവർക്കൊക്കെ പ്രത്യേകിച്ച് ചോദിച്ചെടുക്കാം. നല്ലൊരു വെറൈറ്റിയാണ്. അതിൻ്റെ കോളിഡോസിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും എടുക്കും. അപ്പോൾ ഇതാണ്ട് അടുത്ത വെറൈറ്റി, ഇത് നമ്മുടെ ഫ്ലമിംഗോ ക്യാൻഡിയാണ്. അപ്പോൾ ഇവരുടെ ഒരു കുറച്ച് പീസ് നമ്മുടെ സെയിലിനായിട്ടുണ്ട്. ഇവരുടെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാമല്ല, നല്ല ഡോർസലാണ്. അതേപോലെ ഇവരുടെ മെയിലിൻ്റെ ടൈല് കണ്ട കുറച്ച് സൈസ് ആകുമ്പോഴത്തേക്കും നല്ല റോസ് ടൈല് പോലെ ഇങ്ങനെ ചുരുങ്ങി വരും. അതാണ് ഇവരുടെ പ്രത്യേകത. അപ്പോൾ ഇവരുടെ കുറച്ച് പീസ് നമ്മുടെ സെയിലിനായിട്ടുണ്ട്. ഇവരുടെ റേറ്റ് നമ്മൾ ഇപ്പോൾ കൊടുക്കുന്നത് 150 രൂപ ഉണ്ടാകും. അപ്പോൾ കുറച്ച് പീസുകൾ. ഇതിൻ്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പേര് തന്നെയാണ് ഫ്ലമിംഗോ ക്യാൻഡി എന്ന് പറഞ്ഞിട്ട്. ഈ പേര് കണ്ടിട്ട് കുറച്ച് പേര് നമ്മളെ നിന്ന് എടുത്തിട്ടുണ്ട് ഈ സാധനം എന്താണ് ഈ വെറൈറ്റി എന്ന് അറിയാൻ വേണ്ടി. നല്ലൊരു വെറൈറ്റിയാണ്. ഇവർക്ക് ആ ക്യാൻഡി എന്ന് പേര് വന്നേക്കുന്നതിന് കാരണം ഡോട്ടൊക്കെ കൊണ്ടായിരിക്കാൻ ചാൻസ് ഉണ്ട്, എനിക്കറിയില്ല. പക്ഷേ സാധനം അടിപൊളിയാണ്. എല്ലാത്തിനും ആ ഡോട്ട് കാര്യങ്ങളൊക്കെ എല്ലാ മെയിലിനും വരും, നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. ഇത് അപ്പോൾ നമ്മൾ ഷ്രിമ്പൊക്കെ എല്ലാവരും ഓടി വന്നിട്ടുണ്ട്. അപ്പോൾ വേറെ ഒന്നുമല്ല നമ്മുടെ ടെക്നിക്ക്, നമ്മൾ ഇച്ചിരി ഫുഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫുഡ് ഇട്ട് കൊടുത്തപ്പോഴത്തേക്കും ഷ്രിമ്പെല്ലാം ഫുഡ് എടുക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ആനിമൽ ലീഫിൻ്റെ പ്രത്യേകത ഇത് തന്നെയാണ്. അവർക്ക് ഫുഡായിട്ട് അവർ കഴിക്കാറുണ്ട്. അത് വന്നിരിക്കണ്ട ആനിമൽ ലീഫിൻ്റെ മുകളിലും വരാറുണ്ട്. പിന്നെ അതേ ഫുഡ് ഇട്ട് കൊടുക്കുമ്പോൾ ഫുഡ് എടുക്കാനായിട്ട് ഇവർ കറക്റ്റായിട്ട് ഓടി വരുന്നുണ്ട് ഈ സമയത്ത്. അപ്പോൾ ഇതാണ് നമ്മുടെ പംകിൻ യെല്ലോ ഓറഞ്ച് കേട്ടോ. അതിൻ്റെ പീസ് റേറ്റ് വരുന്നത് 30 രൂപയാണ്. ഇത് നമ്മുടെ ചോക്കോ ബ്ലാക്ക് നിങ്ങൾ കണ്ടില്ല, ഫുഡ് ഇട്ട് കൊടുത്ത കാലത്ത് ഓടി വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് ലേറ്റ് ആയതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു കസ്റ്റമർ വന്നിട്ട് നമ്മൾ പോയ കാരണമുണ്ട്. ഇവരുടെ വീഡിയോ കുറേ പേരൊക്കെ തിന്നിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ട്. അതായത് നമ്മുടെ യെല്ലോയും പീസ് റേറ്റ് വരുന്നത് 30 രൂപയാണ്. കുറച്ച് പീസ് ഉണ്ടാവുള്ളൂ, കോൺടാക്ട് ചെയ്തോ. അതേപോലെ തന്നെ നമ്മുടെ ചോക്കോ ബ്ലാക്കിന് വരുന്നത് 30 രൂപയാണ്. ലാവണ്ടർ ബ്ലൂവിന് വരുന്നത് 30 രൂപയാണ്. യെല്ലോക്ക് വരുന്നത് പംകിൻ യെല്ലോക്ക് വരുന്നതും പീസ് 30 രൂപയാണ്. അപ്പോൾ ഇതൊരു ഓഫർ പോലെയാണ്. എല്ലാത്തിനും നമ്മൾ ഇപ്പോൾ 30 രൂപയാണ് ഇട്ടേക്കുന്നത്. വേറൊരു വെറൈറ്റി ഉണ്ട് കേട്ടോ, ഗ്രീൻ. അതായത് നല്ല ഡാർക്കായിട്ട് വരുന്ന ഗ്രീൻ തന്നെയാണ്. ഇപ്പോൾ ജസ്റ്റ് ലൈറ്റ് ഗ്രീനായിട്ടേ നിങ്ങൾക്ക് തോന്നുള്ളൂ. അപ്പോൾ അവർക്ക് നമ്മൾ ഇപ്പോൾ ഓഫർ ഇട്ടിട്ടുണ്ട്. അതും 30 രൂപ തന്നെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കറക്റ്റ് നല്ല ഡാർക്കായിട്ട് വരുമ്പോൾ റേറ്റ് മാറും. അതുകൊണ്ട് ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ നമ്മൾ 30 രൂപക്കാണ് കൊടുക്കാൻ പോകുന്നത്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ആ 25 വെറൈറ്റി എന്നൊക്കെ നമ്മൾ കുറച്ചിട്ടുണ്ട്. കുറച്ച് വെറൈറ്റി നമ്മൾ കളക്ഷൻ പോലെ മാത്രമേ വെക്കിയിട്ടുള്ളൂ, ബ്രീഡിങ്ങിന് ഇറക്കിയിട്ടില്ല. ടാങ്കിൻ്റെ ഒരു പോരായ്മ കൊണ്ട് തന്നെയാണ് ഇറക്കാത്തത് അല്ല. അപ്പോൾ ഇതിനകത്താണ് ഗ്രീൻ കിടക്കുന്നത്. ഗ്രീനിൻ്റെ കാര്യത്തിൽ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, കറക്റ്റ് വീഡിയോയിൽ എടുക്കാൻ പണിയായിരിക്കും. ഇവരൊന്ന് ആദ്യം കണ്ടുപിടിക്കണം. ഈ ആൽഗ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ടേ, അതാണ് ഇങ്ങനെ ഒരു ഓയിൽ മയം പോലെ ഇരിക്കണം കേട്ടോ. ആൽഗയാണ് ഇവിടുത്തെ ആൽഗയുടെ പ്രത്യേകത. ഇതാണ്
നല്ല വെയിലടിക്കുന്നതുകൊണ്ട് ഇവിടെ ഒരു മഞ്ഞ കളറിലെ ആൽഗ പോലെയാണ്, സാധാരണ പച്ചയല്ല കാണുന്നത് ഈ ടാങ്കിൽ കേട്ടോ. ഈ ടാങ്ക് സൈഡിൽ വരുന്ന ടാങ്കാണ്. അവസാനം കുറച്ച് പാട് വെച്ചിട്ടാണെങ്കിൽ നമ്മൾ ഒരെണ്ണത്തിന് പിടിച്ചെടുത്തിട്ടുണ്ട്, കാണാൻ പറ്റുന്നില്ല, അതാണ് മെയിനായിട്ട് വിഷയം കേട്ടോ. ഇതാണ് ഗ്രീൻ. അപ്പോൾ ഇവരുടെ ഈ ബ്രീഡിങ് സൈസാണ് കറക്റ്റ് രണ്ട് മാസം കഴിഞ്ഞിട്ടുള്ള ഒരു സൈസാണ്. ഇപ്പോൾ നമുക്ക് ഫീൽ ആകുന്ന ഒരു ലൈറ്റ് ഗ്രീൻ, സാധാരണ അത്യാവശ്യം കളറുള്ള ഒരു ഗ്രീനായിട്ടേ തോന്നുള്ളൂ. പക്ഷേ ഇവരുടെ ഷെല്ലെന്ന് പറയുന്നത് കാടിന വെറൈറ്റിയുടെ പോലെ ഷെല്ലായിട്ട് വരും, നല്ല കട്ടിയുള്ള ഷെല്ലായിട്ട് വരും. പിന്നെ നിങ്ങൾക്ക് നല്ല ഗ്രീനായിട്ട് തന്നെ അവരുടെ ഷെല്ല് മാറും കേട്ടോ. അപ്പോൾ നല്ല ഡാർക്ക് ഗ്രീനായിട്ട് നമുക്ക് ഫീലാവും. ഇത് ഡാർക്ക് ഗ്രീൻ തന്നെയാണ്. അപ്പോൾ ഇവരുടെ നമ്മൾ എടുത്തത് നല്ല റേറ്റ് കൊടുത്താണ് എടുത്തത്. നമ്മൾ അത്യാവശ്യം റേറ്റ് തന്നെയാണ് ഇതിനും സെയിലാക്കിക്കൊണ്ടെന്ന് വെച്ചത്. ഇപ്പോൾ ഒരു ഓഫർ ഇട്ടിട്ടുണ്ട്, ഇതും നമ്മൾ 30 രൂപക്കാണ് കൊടുക്കാൻ പോകുന്നത്. ഇത് കുറച്ച് പീസ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഗ്രീൻ്റെയും കുറച്ച് പീസ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമ്മൾ കാണിച്ചത് ഒരു 5 വെറൈറ്റി കാണിച്ചിട്ടുണ്ട്. ഗ്രീൻ കാണിച്ചിട്ടുണ്ട്, ചോക്കോ ബ്ലാക്ക് കാണിച്ചിട്ടുണ്ട്, ലാവൻഡർ ബ്ലൂ കാണിച്ചിട്ടുണ്ട്, യെല്ലോ കാണിച്ചിട്ടുണ്ട്, പംകിൻ യെല്ലോ, ഓറഞ്ച് കാണിച്ചിട്ടുണ്ട്. 5 വെറൈറ്റി. പീസ് റേറ്റ് വരുന്നത് 30 രൂപയാണ്. വേഗം കോൺടാക്ട് ചെയ്താൽ കുറച്ച് പീസ്. അപ്പോൾ ബ്ലൂവിൻ്റെ കുറച്ച് പീസിന് നമ്മൾ ഒരു പിടിച്ചിട്ടുണ്ട്. വൈറ്റ് പാത്രത്തിലൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ കാണാൻ പറ്റും. അതുകൊണ്ട് കുറച്ച് പീസിനെ പിടിച്ചിട്ടുണ്ട്. എന്തായാലും ഹോൾസെയിൽ ഉണ്ടാകത്തില്ല, ഈ റേറ്റിൽ കുറച്ച് പീസ് നമ്മുടെ സെയിലുണ്ടാവും. വേഗം കോൺടാക്ട്. അപ്പോൾ ഇത് യെല്ലോൻ്റെ കുറച്ച് ഫീമെയിൽസ് നമ്മൾ ഒരു ഷോപ്പിലേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പീസ് നമ്മളിന്ന് പോയിട്ടുണ്ട്. ഇനി യെല്ലോൻ്റെ കുറച്ച് പീസുകൾ ഉണ്ടാവുള്ളൂ. ഇവർക്ക് ഫീമെയിലിനെ മാത്രം മതി എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ പിടിച്ചത്. അത്യാവശ്യം നല്ല കളറുള്ള ഫീമെയിൽസ് തന്നെയായിരുന്നു. അപ്പോൾ നമ്മുടെ ഷ്രിമ്പിൻ്റെ ഈ ആഴ്ചത്തെ സെയിൽ പോസ്റ്റ് അപ്ഡേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ഇടുക. പിന്നെ നിങ്ങൾ ആരെങ്കിലും ഫ്രണ്ട്സിന് ഷ്രിമ്പും ഗപ്പീസൊക്കെ മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ മറക്കണ്ട, വാട്സപ്പ് നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്, വേഗം കോൺടാക്ട് ചെയ്തോ. ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും. ഓക്കെ, ബൈ.